നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കണ്ടന്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ പഠിച്ചിട്ട് എക്സാമിന് പോകാവുള്ളൂ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളത്? ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ. ഏതൊക്കെയാണ്? ഭൂമി, അധ്വാനം, മൂലധനം ആൻഡ് ദെൻ സംരംഭകത്വം. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച്, ഉത്പാദന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? ഇവർക്ക് കിട്ടുന്ന റിവാർഡുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം പഠിച്ചു അല്ലേ. ലാൻഡിന് കിട്ടുന്ന ഏതാണ് എന്നാണ് പഠിച്ചത്? റെന്റ് ആണ്. ലാൻഡിന് കിട്ടുന്നത് റെന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, പാട്ടം എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, ലേബറിന് കിട്ടുന്ന ഏതാണെന്നാണ് പഠിച്ചത്? ലേബറിന് കിട്ടുന്ന വേജ് ആണ്. റൈറ്റ്, ലേബറിന് കിട്ടുന്നത് വേജ് ആണ്, അല്ലെങ്കിൽ വേതനം എന്ന് പറയാം. ഓക്കെ, വേതനം. ആൻഡ് ദെൻ ക്യാപിറ്റലിന് കിട്ടുന്ന ഏതാണ്? ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നു. ഓക്കെ, ക്യാപിറ്റലിന് കിട്ടുന്ന, മൂലധനത്തിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൂലധനം എന്ന് പറയാം. ആൻഡ് ദെൻ ഫൈനലി ഓൺട്രപ്രണറിന് കിട്ടുന്നതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഏതാണ്? പ്രോഫിറ്റ് ഓർ ലാഭം. ഓക്കെ, അപ്പൊ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർ. ഓക്കെ, ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ് ദെൻ അവർക്ക് കിട്ടുന്ന റിവാർഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. റൈറ്റ്, യെസ്. അപ്പൊ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക് ഇതാണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. റൈറ്റ്, അപ്പൊ ഈ 4 ഫാക്ടേഴ്സ് പഠിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ലേബർ ആണ്. ലേബർ ഒരു രാജ്യത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡെവലപ്മെന്റ് എന്താണ്, വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും. എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ ലേബർ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ വെറും ലേബറിനെ അല്ല നമുക്ക് വേണ്ടത്, വെറും ഹ്യൂമൻസിനെ അല്ല നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റലിനെയാണ് ആവശ്യമായിട്ടുള്ളത്. റൈറ്റ്, അപ്പം മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായമാകുന്ന ഘടകങ്ങൾ. അപ്പോൾ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോം ചെയ്യണമെങ്കിൽ, മനുഷ്യ മൂലധന രൂപീകരണം നടക്കണമെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ, അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഒന്നാമത്തെ നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം അല്ലെ. വിദ്യാഭ്യാസം, ഡെഫിനറ്റ്ലി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരുള്ളൂ, ഒരു ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ട് മാറുള്ളൂ. റൈറ്റ്, പുതിയ ടെക്നോളജീസ്, മാറി വരുന്ന ടെക്നോളജീസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഒരാൾ എനേബിൾ ആകണമെങ്കിൽ, കേപ്പബിൾ ആകണമെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, വിദ്യാഭ്യാസം മാത്രം ഉണ്ടെങ്കിൽ നമ്മളൊരു ഹ്യൂമൻ ക്യാപിറ്റൽ ആകോ? ഇല്ല. നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം, ജോലി ചെയ്യാനുള്ള ആരോഗ്യം വേണം. സോ രണ്ടാമത്തെ കാര്യമാണ് ഹെൽത്ത് കെയർ. റൈറ്റ്, ആൻഡ് ദെൻ മൂന്നാമത്തെ, അപ്പൊ ഹെൽത്ത് കെയറിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. റൈറ്റ്, എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലുകൾ പണിത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നുണ്ട്? മെഡിസിൻസ് അല്ലെ, മെഡിസിൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഹെൽത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തെ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കുള്ളൂ. ഇനി എഡ്യൂക്കേഷനും ഹെൽത്തും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, സ്കിൽ ആവശ്യമാണ്. റൈറ്റ്, ജോലി ചെയ്യാനായിട്ടുള്ള സ്കില്ല് നമുക്ക് ആവശ്യമാണ്. സോ ജോബ് ട്രെയിനിങ് എന്ന് പറയാം, അല്ലെങ്കിൽ തൊഴിൽ പരിശീലനം എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ തൊഴിൽ പരിശീലനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിലെന്താണ് വരുന്നത്? തൊഴിൽ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ ചെയ്യാനായിട്ട് ഒരു മനുഷ്യൻ നിന്നു അല്ലെ, അതിന് കേപ്പബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. ജോലി ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ട് മാറും. അപ്പം നല്ല സ്കില്ല് വേണം, ആ ജോലിക്ക് പറ്റിയതായുള്ള സ്കിൽ, അതിനെ പറ്റി ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് വരുന്നു, എഫിഷ്യൻസി വർദ്ധിക്കുന്നു. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർക്ക് ചെയ്യുന്നിടത്ത് പ്രോഗ്രസ് ഉണ്ടാകുന്നു, അതുവഴി നല്ല ഔട്ട്പുട്ട് കിട്ടുന്നു, രാജ്യത്ത് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. റൈറ്റ്, നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് മൈഗ്രേഷൻ, അല്ലെങ്കിൽ കുടിയേറ്റം എന്ന് പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് യൂസ്ഫുൾ ആയിട്ടുള്ള മൈഗ്രേഷൻ ആണെങ്കിൽ, ആളുകൾ ഇവിടുന്ന് പോയിട്ട് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുന്നു? അവർ പൈസ അയച്ചു തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ രാജ്യത്തിന് അത് ബെനിഫിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് സഹായകമായിട്ട് മാറുന്നുണ്ട്. റൈറ്റ്, അപ്പം മൈഗ്രേഷൻ എങ്ങനെയുള്ള മൈഗ്രേഷൻ ആണ് എന്നുള്ളത്. റൈറ്റ്, അപ്പോൾ ആളുകൾ പോയിട്ട് തിരിച്ചു വരുന്നേ ഇല്ല, അവിടെ പോയി സെറ്റിൽ ആകുവാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു രാജ്യത്തേക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ ഏത് തരത്തിലുള്ള മൈഗ്രേഷൻ ആണ്, അത് എങ്ങനെ ബെനിഫിറ്റ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം ഗവൺമെന്റ് എൻഷുർ ചെയ്യണം. ലാസ്റ്റ് വൺ, ആക്സസ് ടു ഇൻഫർമേഷൻ. ഇപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കണം. അങ്ങനെയെങ്കിലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹ്യൂമൻസ് എന്തായിട്ട് മാറും? ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ട് അവിടെ മാറാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികൾ. ഓക്കെ,
challenges faced by human capital formation. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 2 ചലഞ്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് പോവർട്ടി, 2 അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം, റൈറ്റ്? ഈ പറയുന്നത് നമുക്ക് എഡ്യൂക്കേഷനോ ഹെൽത്ത് കെയറോ വേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഫാമിലിയിലെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അവിടെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ കൊണ്ട് അത് സാധ്യമാവില്ല, റൈറ്റ്? അപ്പൊ പോവർട്ടി എന്ന് പറഞ്ഞൊരു പ്രശ്നം മാറ്റിയാലേ എഡ്യൂക്കേഷനോ ഹെൽത്ത് കെയർ, ജോബ് ട്രെയിനിങ് തുടങ്ങി എന്ത് കാര്യങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹ്യൂമൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, റൈറ്റ്? നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ് അൺഎംപ്ലോയ്മെന്റ്. ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആണ്, ഹെൽത്തി ആണ്, ആവശ്യത്തിനുള്ള സ്കില്ലും കാര്യങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റണം, ഈ പറഞ്ഞ സ്കില്ലും കാര്യങ്ങളും എഡ്യൂക്കേഷനും ഹെൽത്തും എല്ലാം ഉപയോഗിച്ച് ജോലി ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പൊ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യണം, അവിടെ സൃഷ്ടിക്കാൻ സാധിക്കണം. അൺഎംപ്ലോയ്മെന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഹ്യൂമൻസിന് എന്താക്കാൻ പറ്റില്ല, അവിടെ ഹ്യൂമൻ യൂസ്ഫുൾ ആയിട്ട് മാറുന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികളാണ്. ഓക്കെ, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, 2 ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്റർ സെറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി ഈ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ഉറപ്പാക്കിയാൽ ഈ ചാപ്റ്ററിന് ഏത് ചോദ്യം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അടിപൊളിയിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ദെൻ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ നോട്ട്സും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സി യു, ബൈ ബൈ.